പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മള് മിഥുനത്തിലെ ഇന്നസെന്റ് ഉള്ളപ്പോൾ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈല് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2 മാസത്തിന് മുമ്പാണ് നമ്മുടെ ഉപ്പും മുളകും എന്ന സീരിയലിലെ ബിജു സോപാനത്തിനെതിരെയും SP ശ്രീകുമാറിനെതിരെയും ഒരു നടി ലൈംഗികാതിക്രമം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തത്. അങ്ങനെ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ നടി നൽകിയ പരാതിയിൽ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നതെന്ന്. അപ്പൊ ഈ ബിജു സോപാന എന്ന് പറയുന്ന വ്യക്തി വളരെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഉപ്പ് മുളക് എന്ന് പറയുന്ന സീരിയലിലെ ബാലു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഈ ബിജു സോപാന. നീലു എന്ന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ നിഷ ശാരംഗാണ്. ഇവർ രണ്ടുപേരാണ് ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പോഴത്തെ ഉപ്പുമുളകിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പണ്ടത്തെ ഉപ്പുമുളകിനെ കുറിച്ചാണ് പറയുന്നത്. മുടിയനൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അത് നല്ല അടിപൊളിയായിരുന്നു. ഇവരുടെ ചെറുപ്പകാലങ്ങളിലുള്ള ആ ഒരു ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫാമിലി എന്റർടൈനിങ് ഒരു സീരിയൽ തന്നെയായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഉപ്പുമുളക്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിഷ സാരംഗിന്റെയും ഈ ബാലു എന്ന് പറയുന്ന ബിജു സോപാനത്തിന്റെയും ആ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രേക്ഷകർ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു ഈ നിഷ സാരംഗും ബിജു സോപാനവും. ഞങ്ങളുടെ ബാലു ഇങ്ങനെ ലൈംഗികാതിക്രമ കേസിലൊക്കെ കുടുങ്ങുമെന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കത്തില്ല, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. പക്ഷെ കൂടെ അഭിനയിക്കുന്ന ഒരു നടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പരാതി വരുമെന്ന് ഒട്ടും ആൾക്കാർ വിശ്വസിച്ചിട്ടില്ല. പണ്ട് നിഷ സാരംഗിനും ഈ ഉപ്പുമുളകിലെ നിർമ്മാതാവായിട്ടുള്ള ഒരു പുള്ളിക്കാരനും തമ്മിൽ മോശം അനുഭവം നേരിടേണ്ടി വന്നപ്പോ നിഷ സാരംഗിന്റെ കൂടെ നിന്ന ഒരാളാണ് ഈ ബിജു സോപാന. അങ്ങനെ ഹിസ്റ്ററിയുള്ള ഒരാള് ഈ കൂടെ ജോലി ചെയ്യുന്ന നടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ എല്ലാവരും സംശയിച്ചു. അതുകൊണ്ട് ഈ ബിജു സോപാനം തന്നെ നേരിട്ട് വന്ന് ഈ സംഭവത്തിന്റെ ഒരു വിശദീകരണം തരുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതോടെ തന്നെ ബിജു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിച്ചു എല്ലാവരും. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവര് നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറയാത്തതെന്നായിരുന്നു ആൾക്കാരുടെ സംശയം. ശരിക്കും ഇവർ രണ്ടുപേരെയായിരുന്നു ഒരു മാതൃകാ ദമ്പതികൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ചിരുന്നത്. ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് നിവിനെതിരെ ഒരു പെണ്ണ് ആരോപണം ആയിട്ട് വന്നപ്പോഴത്തേക്ക് നിവിൻ അപ്പൊ തന്നെ 1 മണിക്കൂറിൽ തന്നെ പുള്ളിക്കാരൻ പിന്നെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ആ സംഭവം ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് സെറ്റിൽ ചെയ്യുകയായിരുന്നു ചെയ്തത്. ആ സ്ത്രീ കൊടുത്ത ആരോപണത്തെ നിവിൻ പോളി എതിർക്കുകയായിരുന്നു ചെയ്തത്. നിവിന് ആ നിലപാടിനോട് വ്യാപകമായി സപ്പോർട്ട് തന്നെ കിട്ടിയിരുന്നു. അങ്ങനെ ആ കേസ് തള്ളിപ്പോവുകയും നിവിൻ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു. ആരോപണം നേരിട്ട സമയത്ത് ബിജു സോപാനവും ശ്രീകുമാറും ഇത് ചെയ്തുകൂടായിരുന്നു എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ എല്ലാം ചോദ്യത്തിന് ഉത്തരവുമായി ബിജു സോപാനം വന്നിട്ടുണ്ട്. ഹൈദർ അലി എന്ന് പറയുന്ന ഒരു അവതാരകനുമായിട്ടാണ് ഈ ഇന്റർവ്യൂ ചെയ്തത്. നമുക്ക് എന്തായാലും ബിജു സോപാനത്തിന്റെ ആ കുറച്ച് ഭാഗങ്ങൾ ആ ഒരു വീഡിയോയിൽ കാണാം. എന്റെ കലാജീവിതത്തിലോ വ്യക്തിപരമായ രീതിയിലോ ഇനി യാതൊരുവിധ ഇത്തരം ആരോപണങ്ങൾ ഇവരുണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി വളരെ രസിച്ചും കളിച്ചും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിൽ ചില തർക്ക വിഷയങ്ങളുണ്ടാവും. കാരണം ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഞാനുള്ള സമയം വരെ ഈ റിസന്റ്ലി, കാരണം അവരിപ്പോൾ മാറ്റി നിർത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ വിധേയരായ മാറ്റി നിർത്തുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇടപെടും. അതായത് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ എൻ്റെ കഥ ഒരുപാട് എത്രയോ കഥ, കാരണം ഇതിൽ ഈ പറയുന്ന മാധവൻ തമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ രീതി എൻ്റെ അച്ഛനാ, കുട്ടമ്പിളൻ്റെ അപ്പൂവനാ. അവിടെ വസ്തുതർക്കവും കാര്യങ്ങളും എൻ്റെ വസ്തു വഴിയില്ല, റിയൽ എൻ്റെ അച്ഛൻ. അപ്പോൾ അത് ഞാൻ എനിക്ക് എന്തൊക്കെ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദി പ്ലാറ്റ്ഫോം കൂടിയാണിത്. അത് അതിനുള്ള ഒരു എന്താ പറയാ, അത് നമുക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ണിക്കൃഷ്ണൻ സാർ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. അപ്പൊ എൻ്റെ ഒരു കാവന സാറിനെ പറയുന്ന എൻ്റെ ഒരു ഗുരുവാണ് ഉണ്ണിക്കൃഷ്ണൻ സാറ്. അപ്പൊ പുള്ളി ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായിപ്പോയി, രണ്ടാമത് വന്നു. അപ്പോഴും പുള്ളി എന്നോട് പറയണം പഴയതുപോലെ തന്നെ ഈ എല്ലാ കാര്യത്തിലും ഇടപെടണം, ഈ സ്ക്രിപ്റ്റിലെ കാര്യങ്ങളൊക്കെ വേണം, പിന്നെ എന്തെങ്കിലും തിരുത്തൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതി വരുമ്പോഴാണ് അറിയണം ചില ഡയലോഗ്സുകൾ ചിലപ്പം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സീനിയറൊന്നുമില്ല. ഞാൻ ഈ നാടകത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഒരു നാടകത്തിൽ രാജാവാവുകയും മറ്റേ വേറൊരു നാടകത്തിൽ കുന്തം പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിചാരിക്കുമ്പോൾ അതിന്റെ പ്രാതിനിധ്യം കുറഞ്ഞു വരുമ്പോൾ ചില തർക്ക വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. അകത്താക്കണം എന്നൊക്കെ അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അതിന്റെ ഭാഗമാണോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഉപ്പുമുളകും തുടങ്ങിയ കാലം തൊട്ടേ ബിജുവിനൊപ്പം ആ തുടക്കകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു സീനിയർ നടിയാണ്. പുള്ളിക്കാർക്ക് ഇവർക്ക് രണ്ടുപേർക്കും എതിരെ കേസ് കൊടുത്തു എന്നുള്ളതാണ്. ഉപ്പുമുളകും എന്ന സീരിയലിൽ മുഴുനീളം ഈ ബിജുവിനൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു നടി എന്ന് പറയുമ്പോൾ
അത് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആണെന്ന് തന്നെ തെളിഞ്ഞായിരുന്നു. നേരത്തെ തന്നെ എല്ലാവർക്കും ഡൗട്ടായിരുന്നു. ആളുകളുടെ ആ കണ്ടുപിടുത്തത്തെ ഉറപ്പിക്കുന്നു എന്ന രീതിയിലാണ് ബിജു സംസാരിച്ചത്. ഇവിടെ ഡയറക്ടർ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ബിജു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഉണ്ണികൃഷ്ണൻ സാർ എന്റെ ഗുരുവാണ്. പുള്ളി ആദ്യമോ എന്തോ പ്രശ്നം ഉണ്ടായ സമയത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോയി പിന്നീട് വീണ്ടും തിരിച്ചു വന്നു. ബിജു പറയുന്നുണ്ട് അങ്ങനെ. എന്തായിരുന്നു ആ പ്രശ്നം എന്ന് ബിജുവിനും നമുക്കും അറിയാവുന്ന കാര്യമാണ്. നിഷ സാരംഗിനോട് വളരെ മോശമായി ഉണ്ണികൃഷ്ണൻ പെരുമാറി എന്നുള്ളതാണ്. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണനെ ഉപ്പുമുളകിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് നിഷയുടെ ഒപ്പം നിന്ന ആളാണ് ബിജു. എന്നിട്ടും അങ്ങനെയുള്ള ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെ ഇങ്ങനെ ഒരു പ്രശ്നം മൂലമാണ് ഉണ്ണികൃഷ്ണൻ പോയി എന്ന് പറഞ്ഞ് ആ നടിയുടെ പേരിൽ ഇതിൽ ഉൾപ്പെട്ടതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഇപ്പൊ ബിജുവിനെതിരെ പരാതി കൊടുത്ത ആ നടിയുടെ പേര് അത് പറയില്ല. കാര്യം അത് പ്രശ്നമാവും. എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വിഷയത്തെ കുറിച്ച് എന്തിനാണ് ഇത്രയും സമയം പ്രതികരിക്കാൻ എടുത്തതെന്ന് അതിനെ കുറിച്ചും ബിജു സോപാനം പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടുനോക്കാം. പലരും ചോദിച്ചെന്നോട് എന്തുകൊണ്ട് പെട്ടെന്ന് തുറന്നു പറഞ്ഞില്ല, എന്തുകൊണ്ട് താമസിച്ചു. ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, എഫ്ഐആർ ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ എന്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ. എനിക്കൊരു മകളുണ്ട്, ഇത് കൊടുത്തത് സ്ത്രീയാണെന്നറിയാം. അപ്പൊ എന്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാര്, പിന്നെ എന്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പൊ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവമില്ല, എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ അലിയെടുത്ത് പറയണം, ഇനി ഇന്നൊരു സംഭവം ഇല്ല, ആരും വിശ്വസിക്കുമോ? ഇല്ല. അപ്പൊ അത് നമ്മൾ നിയമത്തിന്റെ വഴിയെ പോകണം. അപ്പൊ നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിന് വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് പറയുന്നവർ എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ പ്രതികരിച്ചു കഴിഞ്ഞാൽ കോടതിയെ ലക്ഷ്യമായി മാറുമോ എന്നുള്ള ഭയം കൊണ്ടും അതുപോലെ തന്നെ പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു കേസ് വന്നപ്പോഴുള്ള അങ്കലാപ്പും കാരണമാണ് അന്ന് പ്രതികരിക്കാതിരുന്നത് എന്നാണ് ബിജു സോപാനം പറയുന്നത്. എഫ്ഐആർ ഇട്ട കേസിൽ പ്രതിയായി ആരോപിക്കപ്പെട്ട ഒരാൾ ആ കേസിനെ കുറിച്ച് പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കാൻ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അത് അയാൾ പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന കാര്യം കോടതിയിൽ അയാൾക്കെതിരെ തന്നെ പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ വക്കീലിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ബിജു ഒന്നും ഇണ്ടാതിരുന്നത്. എന്നാൽ കോടതിയെ ലക്ഷ്യം വരാത്ത രീതിയിൽ പബ്ലിക്കിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ബിജു സോപാനത്തിന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ബാക്കി കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് ബിജുക്ക് പറയാമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. എന്നാലും പബ്ലിക് ഫിഗർ എന്ന നിലയിൽ ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു, ഒരു പോസ്റ്റ് എങ്കിലും ഇടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചു തരാം. കേസ് കൊടുത്തത് ഒരിക്കലും നിലുവാണെന്ന് കരുതിയില്ല. ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഉറപ്പായി. എന്നാലും അവർ തമ്മിൽ അത്രയും ബോണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഉപ്പുമുളകും ആദ്യം മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് മുതൽ ഇന്ന് വരെ അവർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു. ഒരിക്കലും ബാലു അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കറിയാം. കാരണം അയാളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട്. എന്തിന്റെ പേരിലാണ് കേസ് കൊടുത്തതെങ്കിലും അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും, കാത്തിരിക്കാം. പിന്നെ ബാലു അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ബാലു അച്ഛൻ നല്ല ഹൃദയ ശുദ്ധിയുള്ള മനുഷ്യനാണ്. ബാലു അച്ഛൻ അവസാനം പറഞ്ഞപ്പോഴേ ഈ കള്ളപ്പരാതി കൊടുത്ത മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അയാൾക്ക് തീരെ മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ അപവാദങ്ങൾ, പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത്. ബാലു അച്ഛൻ ഇത് പുറത്ത് വരും. തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ബാലു അച്ഛ. അപ്പൊ എന്തായാലും ബാലു അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. പക്ഷെ ഒരു ക്യാരക്ടർ വെച്ച് ഒരു വ്യക്തിയെ അളക്കാൻ ശ്രമിക്കരുത്. ഒരു ക്യാരക്ടറും യഥാർത്ഥ ഒരു മനുഷ്യനും രണ്ടും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ എല്ലാവരും അവിശ്വാസത്തോടെ നോക്കിക്കണ്ടത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്, ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്നാലും കുറച്ചു കാര്യങ്ങൾ കൂടെ ബാലു പറയുന്നുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. ആരെ വിധിപ്പിക്കാനാണ്? ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, അവർ വിചാരിക്കും ബിച്ചേട്ട എന്തുകൊണ്ട് പറയാ, ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേട്ടാന്ന് പറയാം, ബാലു ഇങ്ങനെ ചെയ്യും, അവര് ക്യാരക്ടറെ വെച്ച പറയുള്ളൂ. അപ്പൊ എനിക്കിത് ഏറ്റെക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിനാണ് ഏറ്റത്. അപ്പോ ബാലു അങ്ങനെ ചെയ്യില്ലെന്ന് ആരും പറയുന്നത്. ബാലു എന്ന കഥാപാത്രത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ടാണ്. പക്ഷെ ബിജു എന്ന മനുഷ്യനെ നമുക്ക് അത്രയ്ക്ക് അറിയില്ലല്ലോ. പക്ഷെ ബിജു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ബിജുവും ബാലുവും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു പോയതാ. ബിജു തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ടത്തെ കാലൊന്നുമല്ല, ഒന്നും കണ്ണടച്ച് ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പണ്ടത്തെ കാലത്താണെങ്കിൽ പെണ്ണ് ഇത്തരത്തിലൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ കൂടെ നിൽക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്നാൽ ചില സ്ത്രീകൾ വ്യക്തിവൈരാഗ്യം തീർക്കാനും മറ്റു ചില നേട്ടങ്ങൾക്കും വേണ്ടി ഇങ്ങനെയുള്ള കേസുകൾ ദുരുപയോഗം ചെയ്തു തുടങ്ങിയതോടെ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പബ്ലിക്കിന് ഉണ്ടായിരിക്കും. കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം. എന്തായാലും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബിജു. ബാക്കിയും കൂടെ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈംഗിക അതിക്രമം. അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലോ
എത്ര മിനിറ്റ് ചടച്ചാലോ കൈ ഒഴിഞ്ഞാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. ഋഷിയാസിംഗ് ഇത്ര സെക്കൻഡ് നോക്കിയാൽ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെന്റ് എണ്ണപ്പോൾ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പൊ അത് വരട്ടെ. അപ്പൊ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പൊ പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്. അപ്പൊ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചതാണോ, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചില അന്തം വിട്ട എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. കോടതി വിധി വരട്ടെ എന്ന് തന്നെ നിലപാട് തന്നെയാണ് നമ്മുടെ ബിജുവിന്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രേക്ഷകരോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവര് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. അവര് വിശ്വസിക്കണമെങ്കിൽ കോടതി വിധി തന്നെ വരണം. അതിനുവേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നാണ് ബിജു ഇപ്പൊ പറയുന്നത്. വിധി തനിക്ക് അനുകൂലമാണെന്നുള്ള ആത്മവിശ്വാസം ബിജുവിനുണ്ട്. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ അന്വേഷണം നടക്കട്ടെ, വിധി വരട്ടെ. എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. എന്തായാലും വിധി വരുന്നത് വരെ ആളുകളുടെ കണ്ണിൽ ബിജു സോപാനവും SP ശ്രീകുമാറും തെറ്റുകാരായി നിലനിൽക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെ പ്രാഥമിക തെളിവുകൾ ലഭിക്കുന്നവരെങ്കിലും അവരുടെ പേരും മറ്റു വിവരങ്ങളും പുറത്തുവിടരുതെന്നാണ് എന്റെ അഭിപ്രായം. ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നവർ അഥവാ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് ഒരുപാട് സ്ക്രീൻ ഫേസ് വരുന്ന ഓരോ ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇത്തരം കേസുകളിൽ അതിവേഗ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ പോലീസ് കോഡും അതുപോലെ തന്നെ അതിവേഗം വിധി നടപ്പാക്കുന്ന ഒരു പ്രത്യേക കോടതിയും നിലവിൽ വരേണ്ടതുണ്ട്. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.